Hi, good morning. Okay. നമ്മൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് നോക്കിയത് ഒരു 3 ദിവസം മുമ്പാണല്ലേ. വെള്ളിയാഴ്ചയാണ്. ഇന്നലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല, അതായത് എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് ഒന്നും കൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ പ്രസൻറ്റേഷന് സൗണ്ടൊക്കെ കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഈവൻ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ കാണുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ പറയുക, അപ്പോൾ തന്നെ പറഞ്ഞാൽ മതി. അല്ലാതെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും കാണാൻ പറ്റുമോ, പിന്നെ അത് ഫോളോ ചെയ്യാൻ പറ്റാതും. സോ ഇടയ്ക്ക് എന്തെങ്കിലും ലാഗ് വന്നു കഴിഞ്ഞാൽ വോയിസ് ഓൺ ആക്കുക, പറയാം. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്റർഫറൻസിനെ കുറിച്ചായിരുന്നു. മെയിൻലി എന്താണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, എന്താണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, and also we discussed about superposition principle. Okay, and based on the path difference we derived what is the condition for the addition of two waves resulting in constructive interference and addition of two waves resulting in destructive interference. അതായത് പാത്ത് ഡിഫറൻസ് എപ്പോഴാണ്, പാത്ത് ഡിഫറൻസ് എങ്ങനെയാകുമ്പോഴാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുക, എപ്പോഴാണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എപ്പോഴാണ് when path difference is equal to some multiples of lambda, path difference is some 1 lambda 2 lambda 3 lambda up to some n lambda ആവുന്ന സമയത്ത് what we get constructive interference. that means constructive interference എന്ന് പറഞ്ഞാൽ രണ്ട് വേവും ആഡപ്പ് ചെയ്യും, അതായത് ഡിസ്പ്ലേസ്മെന്റ് ആഡ് ചെയ്യും. വി ഗെറ്റ് എ വേവ് വിത്ത് ഹയർ ആംപ്ലിറ്റ്യൂഡ്. നമുക്ക് കിട്ടുന്ന വേവിന് ഒരു ഇറ്റ് വിൽ ഹാവ് എ ബിഗർ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, വാട്ട് ഈസ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈ ഷിഫ്റ്റഡ് വേവ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. രണ്ട് വേവ് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വെക്ടർ അഡീഷൻ ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നെങ്കിൽ വി ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ ഓർ ഡാർക്ക്നെസ്. such an addition is called destructive interference. And when the path difference is the multiple of lambda by 2, path difference lambda by 2 ന്റെ മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത് we get destructive interference. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം പറഞ്ഞ അതാണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെയും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെയും കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ we are discussing about a main condition for obtaining interference pattern, that is coherence. അതായത് ഈ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ തോമസ് യങ് ചെയ്തത് എന്താണ്? തോമസ് യങ് രണ്ട് സ്ലിറ്റിൽ കൂടി നിയർലി പ്ലേസ്ഡ് ആയ രണ്ട് സ്ലിറ്റിൽ കൂടി ലൈറ്റ് കടത്തി വിട്ടു. ഓക്കെ, സോ ആൻഡ് ഹീ സീ ഇന്റർഫറൻസ് പാറ്റേൺ. സോ നൗ വി ആർ ലേണിംഗ് അബൌട്ട് മെയിൻ കണ്ടീഷൻ ഫോർ ഒബ്റ്റെയിനിങ് ഇന്റർഫറൻസ് പാറ്റേൺ. ഈ രണ്ട് സോഴ്സുകളും തമ്മിൽ ചില റിലേഷൻസ് ഉണ്ട്. ഇത് ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ദിസ് ടു സോഴ്സസ് ഷുഡ് ഒബേ സം പ്രിൻസിപ്പിൾ ഓർ ഒബേ സം തിങ്സ്. And in single word that condition is called two source that should produce coherent waves. രണ്ട് സ്ലിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് coherent waves ആയിരിക്കും. സോ വാട്ട് ഈസ് coherence? coherenceനെ നമുക്ക് 3 കാര്യം വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, to produce interference pattern the two interfering light waves must have same frequency. ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ രണ്ട് വേവ്സ് ആഡപ്പ് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ ഒരു പോയിന്റിൽ ഡാർക്ക് ഫ്രിഞ്ച് ആണോ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണോ എന്ന് പറയുന്നത്. സോ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കണമെങ്കിൽ, ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ഒരു സ്ക്രീനിൽ വരണമെങ്കിൽ രണ്ട് വേവ്സിനും ഒരേ ഫ്രീക്വൻസി ആയിരിക്കണം. അതാണ് കൊഹറൻസിന്റെ ഡെഫിനേഷനിലെ ആദ്യത്തെ കാര്യം. അതാണ് രണ്ട് വേവ്സിനും സ്ലിറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒറിജിനേറ്റ് ചെയ്യുന്ന രണ്ട് വേവ്സിനും ഒരേ ഫ്രീക്വൻസി ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വി ഹാവ് ദിസ് ടു വേവ്സ്. നമുക്കിപ്പോൾ ഒന്നാമത്തെ ഒരു വേവ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ വേവ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തൊരു വേവ് ആണ്, വരച്ചെടുത്തൊരു വേവ് ആണ്. ആൻഡ് നൗ വി ആർ ടേക്കിംഗ് അനദർ വേവ്. ലുക്ക് അറ്റ് ദിസ് റെഡ് വേവ്. ഈ റെഡ് വേവ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വരച്ചാണ്. റെഡ് വേവിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഹാസ് ഹയർ ഫ്രീക്വൻസി ദാൻ ദിസ് ഗ്രീൻ വേവ്. ഈ ഗ്രീൻ വേവിനേക്കാളും ഫ്രീക്വൻസി കൂടുതലാണ് ഈ റെഡ് വേവിന്. ബിക്കോസ് മനസ്സിലാവും, കാരണം വേവ് ലെങ്ത് കുറവാണ്, ഫ്രീക്വൻസി കൂടുതലാണ്. കാരണം ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ വേവ് അടുപ്പിച്ചാണ് വരച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി, അതായത്
ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് സൈക്കിളുകൾ നടക്കുന്ന, ഒരുപാട് ഓസിലേഷൻസ് നടക്കുന്നുണ്ട്. അതാണ്, അങ്ങനെയാണല്ലോ ഫ്രീക്വൻസി. ഫ്രീക്വൻസി മീൻസ് ഹൗ മെനി ഓസിലേഷൻസ് ഹാപ്പൻസ് ഇൻ യൂണിറ്റ് ടൈം. സോ ഇതൊരു ഹൈ ഫ്രീക്വൻസി വേവ് ആണെന്ന് വിചാരിക്കാം. ഇതൊരു നോർമൽ ഫ്രീക്വൻസി വേവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻസ് ഇഫ് വി ഇന്റർഫിയർ ദീസ് ടു വേവ്സ്? ഈ രണ്ട് വേവ് ഇന്റർഫിയർ ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഈ വേവിന്റെ മുകളിൽ ഈ വേവ് കൊണ്ടുവച്ചു, എന്ത് സംഭവിക്കും? ഹിയർ വി സീ ദാറ്റ് പ്രോപ്പറായിട്ട് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസോ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസോ നടക്കുന്നില്ല. Okay, see here we say, according to superposition principle, the adding up of the vector addition of displacement takes place, but the resultant wave, ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടന്റ് വേവിൽ ഒന്നെങ്കിൽ ഡാർക്ക് ഫ്രിഞ്ച് കാണില്ല, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റൂല. സോ ഇന്റർഫറൻസ് പാറ്റേൺ എന്താണ്? ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ മാക്സിമ, അതിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിലേക്ക് ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കാണുന്നതിനെയാണ് ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇഫ് വി ആഡ് ടു വേവ്സ് വിത്ത് ഡിഫറെന്റ് ഫ്രീക്വൻസി, വി വിൽ നോട്ട് ഗെറ്റ് ഇന്റർഫറൻസ് പാറ്റേൺ, ബിക്കോസ് ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എടുക്കും ലൈറ്റ് കിട്ടും, ഇവിടെ കഴിയുമ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടുണ്ട്, ഇവിടെ ഒരു ലൈറ്റ് കിട്ടും, ഇവിടെയും ലൈറ്റ് കിട്ടും, ഹിയർ ഓൾസോ വി ഗെറ്റ് ലൈറ്റ്. സോ അതുകൊണ്ട് തന്നെ ഡാർക്ക് ഫ്രിഞ്ചസ് നമുക്ക് റെയർ ആയിട്ട് വ്യത്യസ്ത ഫ്രീക്വൻസി ഉള്ള വേവ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇഫ് വി വാണ്ട് ടു ഒബ്റ്റെയിൻ ഇന്റർഫറൻസ് പാറ്റേൺ ഇൻ ദ സ്ക്രീൻ, വി മസ്റ്റ് ആഡ് വേവ്സ് വിത്ത് സെയിം ഫ്രീക്വൻസി. സോ കൊഹറൻസിന്റെ ഒന്നാമത്തെ ഡെഫിനേഷൻ കിട്ടി. രണ്ട് സോഴ്സസിൽ നിന്ന് വരുന്ന വേവ്, ദ വേവ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ടു സോഴ്സസ് ഷുഡ് ഹാവ് സെയിം ഫ്രീക്വൻസി. ഓക്കെ, അല്ലെങ്കിൽ സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മളുണ്ട്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഇറ്റ് ഷുഡ് ഹാവ് നിയർലി സെയിം ആംപ്ലിറ്റ്യൂഡ്. രണ്ട് സോഴ്സസിൽ നിന്ന് വരുന്ന വേവിനും ഏകദേശം നിയർലി സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ വേണ്ടി, ഹിയർ ഐ ഹാവ് എ വേവ് വിത്ത് ഹയർ ആംപ്ലിറ്റ്യൂഡ്. ഇവിടെ എനിക്കൊരു ഹയർ ആംപ്ലിറ്റ്യൂഡിലുള്ള ഒരു വേവ് ഉണ്ട്. ഓക്കെ, ഞാൻ ഈ വേവായിട്ട് ആഡ് അപ്പ് ചെയ്യുവാണ്. നൗ ഐ ആം ആഡിങ് ദിസ്. ഓക്കെ ഓക്കെ, അതായത് കൺസിഡർ, ഈ റോസ് വേവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഗ്രീൻ വേവിനേക്കാളും ആംപ്ലിറ്റ്യൂഡുള്ള ഒരു വേവ് ആണ്. കൺസിഡർ ദിസ് ഈസ് വേവ് സോഴ്സ് 2. സോ കൊഹറൻസിന്റെ കണ്ടീഷൻ വെച്ച് ആംപ്ലിറ്റ്യൂഡ് നിയർലി സെയിം അല്ലാത്ത രണ്ട് വേവ്സ് ഒരിക്കലും ഇന്റർഫറൻസ് പാറ്റേൺ തരില്ല. ഇറ്റ് വിൽ നോട്ട് ഗിവ് എൻ ഇന്റർഫറൻസ് പാറ്റേൺ. വൈ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വി ആർ ഡൂയിങ് ദിസ് ഡെമോൺസ്ട്രേഷൻ, വി ആർ ആഡിങ് ദിസ് വേവ്. ഈ വേവ് നമ്മൾ രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്തായിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, നൗ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ, ഓക്കെ, ലുക്ക് ഹിയർ. According to superposition principle, their displacement at each position is adding up. അതായത് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് ഈ രണ്ട് വേവിൻ്റെയും, റോസ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്, ഗ്രീൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും വെക്ടർ അഡീഷൻ നടക്കും. ഓക്കെ, ആൻഡ് ഇഫ് വി ഡു ദാറ്റ്, ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്റർഫിയർ ചെയ്യുന്നതെങ്കിൽ വി ഗെറ്റ് എ ബ്രൈറ്റ് ഫ്രിഞ്ച്, ബിക്കോസ് ഇത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണല്ലോ. സോ നൗ മൂവ് ദിസ് റോസ് വേവ് ടു റോസ് വേവ് ആണ് മൂവ് ചെയ്യേണ്ടത്. ടേക്ക് ദിസ് സെക്കൻഡ് വേവ് ആൻഡ് മൂവ് എ ഡിസ്റ്റൻസ് λ/2, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടേണ്ട ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അതായത് റോസ് വേവും ഗ്രീൻ വേവും നമ്മളുടെ പാത്ത് ഡിഫറൻസ് λ/2 ആക്കി. ലെറ്റ് ദി പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ റോസ് വേവ് ആൻഡ് ഗ്രീൻ വേവ് ബി λ/2. നൗ ഇറ്റ് ലുക്ക് ലൈക്സ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടുന്ന പോലെ നമുക്ക് കാണപ്പെടുന്നു. ബട്ട് ലുക്ക് ഹിയർ, this amplitude or the displacement of rose wave is very much higher than the displacement of green wave. അതായത് റോസ് വേവിന്റെ വേവ് സോഴ്സ് 2 ന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വേവ് സോഴ്സ് 1 ഗ്രീൻ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ വളരെ വലുതാണ്. സോ വെക്ടർ അഡീഷൻ വഴി അല്ലെങ്കിൽ ആൾജിബ്രൈക് അഡീഷൻ വഴി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എ ലാർജ് വാല്യൂ, അല്ലെങ്കിൽ ഒരു ഫർദർ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ബാക്കി കിട്ടും. അതായത് വലിയൊരു സംഖ്യ മൈനസ്, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ഈ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ചെയ്യണം. എങ്കിൽ പോലും അത് കഴിഞ്ഞ് വി വിൽ ഗെറ്റ് റിമൈനിങ് എ ബിഗ് എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും, സോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു വി ഗെറ്റ് എ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് റിമൈനിങ് ഹിയർ. ദാറ്റ് മീൻസ് വി വിൽ നോട്ട് ഗെറ്റ് ഡാർക്ക്. സോ ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകണമെങ്കിൽ, അതായത് ഈ രണ്ട് ഡിസ്പ്ലേസ്മെന്റ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകണമെങ്കിൽ ഈ ഗ്രീൻ ആരോ, അതായത് ഉദ്ദേശിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് ഗ്രീൻ വേവ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റോസ് വേവ് ഷുഡ് ബി ഓഫ് സെയിം ലെങ്ത്, അല്ലെങ്കിൽ ദാറ്റ് ഡിഫൈൻസ് ദ what is the necessity of the wave should be of same amplitude or nearly same amplitude ആവുന്നതിന് ആവശ്യകത ഉണ്ട്.
അപ്പോൾ നമ്മൾ വേവ് ക്യാൻസൽ ഔട്ട് ചെയ്യുമായിരിക്കും. അതായത് ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന വെച്ചാൽ ഇൻറ്റൻസിറ്റി കുറയും, പക്ഷേ ഡാർക്ക്നെസ് കിട്ടൂല. അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വഴി കിട്ടൂല. കാരണം ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമ്പോൾ വി ഗെറ്റ് എ ലൈറ്റ് വേവ്. ഡാർക്ക്നെസ് എവിടെ നമുക്ക് പിന്നെയും കിട്ടുന്ന ലൈറ്റ് വേവ് ആണ്, കുറച്ച് ഇന്റൻസിറ്റി കുറയുന്നുള്ളെന്ന് മാത്രം. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എൻ ഇന്റർഫറൻസ് ഫ്രിഞ്ച്. അതുകൊണ്ട് തന്നെ സോ ഇറ്റ് ഈസ് ക്ലിയർ നൗ ദാറ്റ് വൈ ടു വേവ്സ് വിത്ത് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ വളരെ വ്യത്യാസമുള്ള ആംപ്ലിറ്റ്യൂഡ് രണ്ട് വേവ്സ് ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ നോട്ട് ഗെറ്റ് വാട്ട് ഇന്റർഫറൻസ് പാറ്റേൺ. സോ കൊഹറൻസിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ പഠിച്ചു. ഒന്നാമത്തെ കണ്ടീഷൻ പഠിച്ച എന്താണെന്ന് വെച്ചാൽ ഇഫ് ടു വേവ്സ് the important condition to get an interference pattern is two waves should have same frequency and two waves ipo padicha karyam two waves should have nearly same amplitude. Okay, now we are moving to the last condition, and the wave should originate with the constant phase difference. ഈ രണ്ട് വേവും ഒറിജിനേറ്റ് ചെയ്യേണ്ടത്, അതായത് രണ്ട് സ്ലിറ്റിൽ നിന്നാണ് തോമസ് യങ്ങിന്റെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ രണ്ട് സ്ലിറ്റിൽ നിന്നാണ് വേവ് ഒറിജിനേറ്റ് ചെയ്ത്. രണ്ട് വേവും തമ്മിൽ ഒരു കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ എന്നാണ് കൊഹറൻസിന്റെ കണ്ടീഷൻ. നമ്മൾ കൊഹറൻസിന് 3 കണ്ടീഷൻ പഠിക്കുന്നത്. ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കണ്ടീഷനാണ് രണ്ട് സോഴ്സിൽ നിന്ന് വരുന്ന വേവ്സ് കൊഹറന്റ് ആയിരിക്കണം, ഓർ ദ ടു സോഴ്സസ് ഓഫ് വേവ് ഷുഡ് ബി കൊഹറന്റ് സോഴ്സസ് ആയിരിക്കണം. സോ കൊഹറൻസ് എന്താണെന്ന് പഠിച്ചു. ഒന്നാമത്തെ കാര്യം ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം ആംപ്ലിറ്റ്യൂഡ് ഇറ്റ് ഷുഡ് ബി നിയർലി സെയിം. മൂന്നാമത്തെ കാര്യം വി ആർ സ്റ്റഡിങ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ഒറിജിനേറ്റ് വിത്ത് എ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. അതായത് കോൺസ്റ്റന്റ് ഇതിന്റെ തമ്മിലുള്ള ഈ രണ്ട് വേവ്, ഇപ്പോൾ വേവ് സോഴ്സ് 3യും വേവ് സോഴ്സ് 1ഉം തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഈ രണ്ട് വേവ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ്? ഈ വേവിനേക്കാളും ഈ വേവിനൊരു പൈ ഫേസ് ഡിഫറൻസ് ഉണ്ട്. അതെങ്കിൽ ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് എല്ലാം സിനുസോയിഡൽ വേവ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഇഫ് യു കൺസിഡർ ദിസ് എ സിനുസോയിഡൽ വേവ്, ദിസ് വേവ് സ്റ്റാർട്ട്സ് അറ്റ് എ ആംഗിൾ ഓഫ് പൈ, അല്ലെങ്കിൽ 90 ഡിഗ്രിയിലാണ് തുടങ്ങുന്നത്, ഇത് 0 ഡിഗ്രിയിലാണ് തുടങ്ങുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് രണ്ട് സിനുസോയിഡൽ വേവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ രണ്ട് വേവ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഇറ്റ് ഷുഡ് ബി പൈ ആയിരിക്കണം ഫേസ് ഡിഫറൻസ്. അല്ലെങ്കിൽ നമുക്ക് വേവ് 3നെ പൈ ഷിഫ്റ്റഡ് വേവ് എന്ന് വിളിക്കാം വെൻ കമ്പയറിംഗ് ടു വേവ് 1. സോ വെൻ വി ആർ ഇന്റർഫിയറിംഗ്, നമ്മൾ ഇത് രണ്ടും ഇന്റർഫിയർ ചെയ്യണമെന്ന് വിചാരിച്ചു. സോ now we get destructive interference. നമുക്ക് ഡാർക്ക്നെസ് കിട്ടും. നമ്മൾ ഈ വേവ് മൂവ് ചെയ്യാണ്, പൊസിഷൻ മാറ്റുവാണ്. now we get constructive interference, again മൂവ് ചെയ്യാണ്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസസ് അങ്ങനെയാണ്. സോ വി ഗെറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഡിസ്ട്രക്റ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വെൻ ദി പാത്ത് ഡിഫറൻസ് ഈസ് ചേഞ്ചിങ്. ഈ വേവ് 1 വേവ് 3 തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിട്ട് കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടും വെൻ പൈ ഷിഫ്റ്റഡ് വേവ്. അതായത് ലുക്ക് ഹിയർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ പൈ ആണ്. പൈ ഇസ് എ കോൺസ്റ്റന്റ്. ബട്ട് കൺസിഡർ ദാറ്റ് ദ ഫേസ് ഡിഫറൻസ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ഫേസ് ഡിഫറൻസ് ഇപ്പൊ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്ത് സംഭവിക്കും? ആഫ്റ്റർ സം ടൈം ദ ഫ്രീക്വൻസി ഓർ ദ അതർ പ്രോപ്പർട്ടി ഓഫ് വേവ് ചേഞ്ചസ്. അതായത് ഫേസ് ഡിഫറൻസ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് ടൈം കഴിയുമ്പോൾ ഒറിജിനേറ്റ് ചെയ്യുന്ന വേവിന്റെ ഫേസ് മാറിപ്പോകും. സോ ഇതിപ്പം പൈ എന്ന ആംഗിളാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പൈ ബൈ 2 അല്ലെങ്കിൽ സം 2 പൈ ഒറിജിനേറ്റ് ചെയ്യും. സോ നമുക്ക് കോൺസിക്യൂട്ടീവ് ആയിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഒരു വേരി ചെയ്യുന്ന ഒരു ഫേസ് ഡിഫറൻസ് ആണ് കിട്ടൂല. സോ now we understand what are the 3 conditions for obtaining a interference pattern. So the main condition is coherence. That means two sources producing waves, or the two sources which the waves are, or the transverse light waves are originating, should be coherent. What do you mean by coherence? Coherence ന്റെ അർത്ഥം എന്താ? കോഹറൻസിന്റെ ഒന്നാമത്തെ അർത്ഥം the wave should have same frequency. അതായത് രണ്ട് വേവ്സും, രണ്ട് സോഴ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന വേവ്സിനും ഒരേ ഫ്രീക്വൻസി ആയിരിക്കണം. ഒരേ ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്റർഫറൻസ് ഫ്രിഞ്ച് കിട്ടൂല എന്ന് നമ്മൾ ആ ഡെമോൺസ്ട്രേഷനിലൂടെ കണ്ടു. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഷുഡ് ഹാവ് സെയിം ആംപ്ലിറ്റ്യൂഡ്. രണ്ടിനും ഏകദേശം ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം. ഒരേ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കൂല. ആൻഡ് വി ഗെറ്റ്, നമുക്ക് ഡാർക്ക്നെസ് കിട്ടൂല. ഡാർക്ക്നെസ് കിട്ടിയില്ലെങ്കിൽ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടുമോ? പിന്നെ ഇന്റർഫറൻസ് ഫ്രിഞ്ചസും കിട്ടില്ല. സോ ദ ടു വേവ് ഷുഡ് ബി ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് അറ്റ് ലാസ്റ്റ് the wave should originate with a constant phase difference. Okay. And now we are going to some analytical treatment of condition for maximum intensity and minimum intensity. Okay.
ഓക്കെ, അനലിറ്റിക്കൽ ട്രീറ്റ്മെന്റ്. ഞാൻ എഴുതുന്നത് കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും മഷിയിൽ മാറ്റം, ഇങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ ഇങ്കിൽ മാറ്റം വരുത്തണോ? അത് എഴുതുന്ന റെഡ് ഇങ്ക് മാറ്റണോ, അല്ലെങ്കിൽ ഫോണ്ടിന്റെ വലിപ്പം കൂട്ടണോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തംസ് അപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഓക്കെ, എന്താണ് അനലിറ്റിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് കണ്ടീഷൻ ഫോർ മാക്സിമം ഇന്റൻസിറ്റി ആൻഡ് മിനിമം ഇന്റൻസിറ്റി? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താ ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സുകൾ ചെയ്തത് നമ്മൾ രണ്ട് വേവ് സോഴ്സസ്, ഞാൻ വരച്ചെടുത്ത വേവ് സോഴ്സ്, അതായത് വരച്ചെടുത്ത പറഞ്ഞാൽ ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു, അത് പകുതി കട്ട് ചെയ്തു, കോപ്പി പേസ്റ്റ് കഴിഞ്ഞിട്ടാണ് വേവ് ഉണ്ടാക്കിയത്. ഓക്കെ, ഒരു വേവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ ഒരു പൈ ഷിഫ്റ്റഡ് വേവ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ വേറെ അതേപോലത്തെ ഒരു വേവ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തു, ആൻഡ് നമ്മൾ ആ വേവ് ആഡപ്പ് ചെയ്യുന്ന പോലെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അത് വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഡിഫൈൻ ചെയ്തത്. ഇപ്പോൾ പോലും നമ്മൾ കൊഹറൻസ് ഒക്കെ പറയുന്ന സമയത്തും അതാണ് ചെയ്തത്. അതൊരു വേവ് എടുത്ത് മുകളിൽ നമ്മൾ മറ്റേ വേവിന്റെ മുകളിൽ വെച്ചു, എന്നിട്ട് പറയാണ് ഈ രണ്ട് വേവ് ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക് ഹിയർ the displacement is cancelling out, so we get a dark, or look here the displacement is adding up, so we get a constructive interference. So അതൊരു ജോമെട്രിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതൊരു മാത്തമാറ്റിക്കൽ അനലോഗ് അല്ല. വി ക്യാൻ സേ, നമുക്ക് പരീക്ഷയ്ക്ക് അത് അങ്ങനെ എഴുതാൻ പറ്റുമായിരിക്കും. രണ്ട് വേവ് നമുക്ക് വരച്ച് കാണിച്ചിട്ട് ഇത് രണ്ടും കൂടി കഴിഞ്ഞിട്ട് ഇഫ് എൻ ലാംഡ, ഇത് ഈ രണ്ട് വേവ് നമ്മളെ പാത്ത് ഡിഫറൻസ് എൻ ലാംഡ ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടുമെന്ന് എക്സാമിന് എഴുതാൻ പറ്റും. പക്ഷേ വി നീഡ് എ മാത്തമാറ്റിക്കൽ അനലോഗ്. നമ്മൾ ഫിസിക്സിൽ പറയുന്ന ഏതൊരു കാര്യത്തിനും വി നീഡ് എ മാത്തമാറ്റിക്കൽ അനലോഗ്. സോ വി ആർ യൂസിങ് ദിസ് analytical treatment for the condition for maximum intensity and minimum intensity in the case of interference. So consider that we have wave source 1, അതായത് നമ്മൾ ഒന്നാമത്തെ സ്ലിറ്റ് S1, and we have wave source S2, and consider an arbitrary point P. interference pattern കാണുന്ന പോയിന്റ് ആണ് P എന്ന് കരുതുക. Now a wave will originate from S1. P എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനിലെ ഏതെങ്കിലും ഒരു ആർബിട്രറി പോയിന്റ് ആണ്. സോ S1ൽ നിന്ന് ഒരു വേവ്, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഒറിജിനേറ്റ് ചെയ്ത് Pയിലേക്ക് വരും. സിമിലർലി S2ൽ നിന്ന് ഒരു വേവ് Pയിലേക്ക് വരും. Okay. Now we are assuming that path difference between these two waves, ഈ രണ്ട് വേവ്സും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, അല്ലെങ്കിൽ Pയിലേക്ക് എത്താൻ വേണ്ടി S2നേക്കാൾ S1 എത്ര ദൂരം സഞ്ചരിച്ചു. സോ അതാണ് ജോമെട്രിക്കൽ പാത്ത് ഡിഫറൻസ്. എന്താണ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് നമ്മൾ ഇനി പഠിക്കും. നൗ ഓൺലി കൺസിഡർ എയറിന്റെ കേസിലാണെങ്കിൽ ജോമെട്രിക്കൽ പാത്ത് ഡിഫറൻസും ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസും സെയിം ആണ്. സോ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. സോ പാത്ത് ഡിഫറൻസ് ഈസ് ഗിവൺ ബൈ S2P മൈനസ് S1P, ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഡെൽറ്റ. നമ്മൾ പറയുകയാണ് ഈ രണ്ട് വേവ്സും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, അതായത് P എന്ന പൊസിഷനിലേക്ക് എത്താനുള്ള പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ആണെന്ന് പറയുകയാണ്. ഓക്കെ, if path difference is equal to delta, what is the phase difference? Okay, so phase differenceും path differenceും നമ്മളെ റിലേഷൻ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി ഡെറിവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഡെറിവേഷൻ എന്നല്ല, ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ അനലോഗ് ആണ്. സോ കൺസിഡർ ഇഫ് വി ഹാവ് എ വേവ് ഹിയർ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വേവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, this is a complete wave. ഇതൊരു കംപ്ലീറ്റ് വേവ് ആണ്. സോ വി ക്യാൻ കോൾ ദിസ് ലെങ്ത് AB എന്ന ഈ ലെങ്ത്, ദിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് BA and the finishing point BB, and we can call this length AB as one wavelength lambda. കാരണം നമുക്ക് ഈ വേവ് കാണുമ്പോൾ അറിയാലോ, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ചപ്പോൾ ഈ വേവ് കംപ്ലീറ്റ് ചെയ്തു. അതായത് ഒരു മാക്സിമത്തിലേക്ക് പോയി, ഇക്വിലിബ്രിയം പൊസിഷനിലെത്തി, തിരിച്ച് മൈനസ് എക്സ്ട്രീമത്തിലേക്ക് പോയി, again back to equilibrium position. So ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ AB എന്ന ലെങ്ത് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വേവ് ആണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വേവ് ലെങ്ത് ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ആംഗിൾ കവേർഡ്? ഇതൊരു സിനുസോയിഡൽ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ എന്ന് ബിയിലേക്ക് പോകുമ്പോഴത്തേക്ക് എത്ര ആംഗിൾ കവർ ചെയ്തു? പിന്നെ 2π എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ വേണ്ടി 2π ആംഗിൾ കവർ ചെയ്തു. ദാറ്റ് മീൻസ് എന്താണ് ബിയും എയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, അല്ലെങ്കിൽ ബി എന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ലാംഡ. ലാംഡ പാത്ത് ഡിഫറൻസ് correspond to
സം 2π ഫേസ് ഡിഫറൻസ്, അതായത് ലാംഡ പാത്ത് ഡിഫറൻസ് ഒരു 2π ഫേസ് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആണ്. അല്ലെങ്കിൽ വി ഹാവ് സം പോയിന്റ് സി ഡി, ഈ സി ഒരു സി ഡി എന്ന പോയിന്റ് ഉണ്ട്. ആൻഡ് ലെറ്റ് ദ പാത്ത് ഡിഫറൻസ് ബി സം ഡെൽറ്റ എക്സ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഫേസ് ഡിഫറൻസ് ബി സം ഡെൽറ്റ ഫൈ. അതായത് സിയും ഡി, നമ്മൾ ഏതെങ്കിലും വേവിന്റെ അടുക്ക് സിയും ഡിയിൽ നിന്ന് ആർബിട്രറി പോയിന്റ് എടുത്തു, അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ജോമെട്രിക്കൽ ഡിസ്റ്റൻസ് എന്ന് ഇപ്പൊ പറയാം ബി ഡെൽറ്റ എക്സ്, ആൻഡ് അത് തമ്മിലുള്ള ആംഗിളിന്റെ ഡിഫറൻസ് ബി ഡെൽറ്റ ഫൈ. ഓക്കെ, നൗ നമുക്കറിയാം ലാംഡ പാത്ത് ഡിഫറൻസ് കറസ്പോണ്ട് ചെയ്യുന്ന 2π ഫേസ് ഡിഫറൻസ് ആണെങ്കിൽ വി ക്യാൻ സേ ലാംഡ ബൈ 2π ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ഫൈ. Okay, that means delta phi, phase difference delta phi is equal to 2π by lambda into delta x. മനസ്സിലായില്ലേ? അതായത് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ ഈസ് ഇക്വൽ ടു 2π ബൈ ലാംഡ ഇൻറ്റു ഫേസ് ഡിഫറൻസ്. ഒന്നും കൂടി പറയാം, വി ടേക്ക് എ കംപ്ലീറ്റ് വേവ്, നമ്മളൊരു 1 സൈക്കിൾ ഓഫ് സിനുസോയിഡൽ വേവ് എടുത്തു അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് എടുത്തു. വി നോ ഫ്രം എ ടു ബി വാട്ട് ഈസ് ദ പാത്ത് ഡിഫറൻസ് ഫ്രം എ ടു ബി. എ പൊസിഷൻ അല്ലെങ്കിൽ ബി പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ലാംഡ, ഒരു കംപ്ലീറ്റ് വേവ് ആണ് ലാംഡ. ആൻഡ് വാട്ട് ഈസ് ദ ആംഗിൾ കവേർഡ് വെൻ ട്രാവലിംഗ് ദിസ് വേവ് ഫ്രം എ ടു ബി? 2π. ദാറ്റ് മീൻസ് എയും ബിയും തമ്മിലുള്ള ആംഗുലർ ഡിഫറൻസ് എത്ര? 2π ആണ്. അതാണ് ഫേസ് ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സംഭവം. Okay, that means a 2π phase difference correspond to a path difference of lambda or a complete wavelength. So if we consider some arbitrary point C and D and let the path difference between them is delta x and corresponding phase difference is delta phi, we can write that this ratio lambda by 2π is equal to delta x by delta phi. That gives us a phase difference is equal to some arbitrary phase difference delta phi is equal to 2π by lambda into delta x, where delta phi is the corresponding phase difference of the path difference delta x. Delta x path difference ഉള്ള രണ്ട് പോയിന്റ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഡെൽറ്റ ഫൈ. അത് നമുക്ക് ഇത് രണ്ടിനെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, നൗ കം ബാക്ക് ടു അനലിറ്റിക്കൽ ട്രീറ്റ്മെന്റ്. നമ്മൾ നേരത്തെ എടുത്ത ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മളിവിടെ ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും ഡിനോട്ട് ചെയ്തതാണ്. സോ കം ബാക്ക് ടു ഹിയർ. നൗ നമ്മളിവിടെ പറഞ്ഞ എന്താ? S1 നിന്നും S2 നിന്നും P എന്നൊരു ആർബിട്രറി പൊസിഷനിലേക്ക് വേവ് പോകുന്നുണ്ട്. ആൻഡ് ദി പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ്, ഈ രണ്ട് വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ആണെങ്കിൽ ലെറ്റ് ദ കറസ്പോണ്ടിങ് ഫേസ് ഡിഫറൻസ് ബി, ഈ രണ്ട് വേവ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ബി സം എപ്സിലോൺ. ഈ സിമ്പിളിനെ പറയുന്ന പേരാണ് എപ്സിലോൺ. ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എപ്സിലോൺ ആണെന്ന് കരുതുക. ദെൻ ദ വേവ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ S1 can be represented as y1 equal to some a sin omega t. അതായത് S1 നിന്ന് പിന്നെ ഒറിജിനേറ്റ് ചെയ്യുന്ന വേവിനെ നമുക്ക് a sin omega t എന്ന് വിളിക്കാം. y2 നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന വേവിനെ a sin omega t പ്ലസ് എപ്സിലോൺ എന്ന് വിളിക്കാം. കാരണം എന്താണ്? ഈ രണ്ട് വേവ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? നമ്മൾ നേരത്തെ പൈ ഷിഫ്റ്റഡ് വേവ് വരച്ചു, അതായത് പൈ ഫേസ് ഡിഫറൻസ് തമ്മിലുള്ള വേവ് വരച്ചു. And what should be the equation? ആ വേവിന്റെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന സൈൻ എക്സ് പ്ലസ് പൈ ആണ്. അതായത് പൈ ആംഗിൾ കഴിഞ്ഞിട്ടാണ് ഈ വേവ് തുടങ്ങുന്നത്. സോ വി ക്യാൻ കോൾ if y1 equal a sin omega t, y2 equal a sin omega t plus epsilon, where epsilon is the phase difference. Okay. ഓക്കെ, ഈ രണ്ട് വേവ്സിനും ഇങ്ങനൊരു എക്സ്പ്രഷൻ എഴുതാൻ കാരണം എന്താ? കാരണം നമ്മൾ കൊഹറൻസ് എന്താണ് പഠിച്ചു, അല്ലെങ്കിൽ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാനുള്ള കണ്ടീഷൻ പഠിച്ചു. രണ്ടിനും ഏകദേശം സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം, അതുകൊണ്ടാണ് ഈ രണ്ടിനും ഒരേ ആംപ്ലിറ്റ്യൂഡ് എഴുതിയത്. രണ്ടിനും ഏകദേശം ഒരേ ഫ്രീക്വൻസി ആയിരിക്കണം, അതുകൊണ്ടാണ് ഒരേ ഒമേഗ എഴുതിയത്. സോ വി ക്യാൻ റെപ്രസെന്റ് ദ വേവ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം y1 and y2 as a sin omega t and y2 as a sin omega t plus epsilon, where epsilon is the phase difference corresponding to some path difference S2p minus S1p equal to delta. Okay, then according to superposition principle which what should be the resultant wave, the displacement of resultant wave. Superposition principle വെച്ചിട്ട് ഈ രണ്ട് വേവ് ആഡ് ചെയ്തുണ്ടാകുന്ന റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? It should be the algebraic sum of the displacement of each individual wave. ഈ രണ്ട് ഓരോ വേവിന്റെയും ഡിസ്പ്ലേസ്മെന്റ് സം ആയിരിക്കും റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് റിസൾട്ടന്റ് വേവ് y is equal to some y1 plus y2.
And now substitute the expression for y1 as a sin omega t plus a sin omega t plus epsilon. Okay, now just expand. We know what is sin x plus y. Sin x plus y എന്താണെന്ന് അറിയാം. പ്ലസ് ടുവില് നമ്മൾ ഫുൾ കാണാപ്പാടം പഠിക്കുന്ന സാധനമല്ലേ സൈൻ എക്സ് പ്ലസ് വൈ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് എ സൈൻ ഒമേഗ ടി കോസ് എപ്സിലോൺ. അതായത് ഈ എക്സ്പ്രഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. കോസ് എപ്സിലോൺ പ്ലസ് എ കോസ് ഒമേഗ ടി sin epsilon. Okay, now take a sin omega t. A sin omega t എന്ന ടേമിനെ കോമൺ ആയിട്ട് എടുക്കുക. Now we can write a is equal to a sin omega t into 1 plus cos epsilon plus a cos omega t sin epsilon. ഇവിടെ ചെയ്തതാണെന്ന് മനസ്സിലായോ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് റിസൾട്ടന്റ് ഈ രണ്ട് വേവ് ആഡ് ചെയ്തിട്ട് പി എന്ന പൊസിഷൻ ഉണ്ടാകുന്ന റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആഡ് ചെയ്താൽ മതി. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് എ സൈൻ ഒമേഗ ടിയും എ സൈൻ ഒമേഗ ടി പ്ലസ് എപ്സിലോണും ആണ് ആഡ് ചെയ്തത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്തത് സൈൻ ഒമേഗ ടി പ്ലസ് എപ്സിലോൺ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എ സൈൻ ഒമേഗ ടി കോമൺ ആയിട്ട് എടുത്തു. ഓക്കെ, now we got an expression for resultant amplitude as y equal to a sin omega t 1 plus cos epsilon plus a cos omega t sin epsilon. Okay, now we know that what is the relation between path difference epsilon and phase difference. Sorry, what is the relation between the phase difference epsilon and path difference delta. Okay, നമ്മൾ നേരത്തെ കണ്ടു path difference phi is equal to 2 pi by lambda into phase difference. So we can relate നമുക്ക് ഇവിടെയുള്ള ഫേസ് ഡിഫറൻസ് അതായത് പിന്നെ എപ്സിലോണിനെ അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് ഡെൽറ്റനെ എങ്ങനെ റിലേറ്റ് ചെയ്യാം? വി ക്യാൻ റിലേറ്റ് ഫേസ് ഡിഫറൻസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു 2 pi by lambda into പാത്ത് ഡിഫറൻസ് ഡെൽറ്റ. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് എക്സ്പ്രഷൻ. ഇപ്പൊ ഫേസ് ഡിഫറൻസിന്റെ എക്സ്പ്രഷൻ കിട്ടി, അത് ഈ ഇക്വേഷനിൽ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് y ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി 1 പ്ലസ് കോസ് 2 pi by ലാംഡ ഇൻറ്റു ഡെൽറ്റ. എപ്സിലോൺ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. പ്ലസ് എ കോസ് ഒമേഗ ടി സൈൻ എപ്സിലോൺ. എപ്സിലോൺ പകരം നമ്മൾ ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2 pi by ലാംഡ ഡെൽറ്റ. ഓക്കെ, നമ്മളിപ്പോൾ അതിന്റെ ഒരു ഫൈനൽ കണ്ടീഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് y എന്ന് പറയുന്നത് റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അതിന് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. നൗ വി ഹാവ് എ ടേം കോസ് 2 pi by ലാംഡ ഡെൽറ്റയും സൈൻ 2 pi by ലാംഡ ഡെൽറ്റയുണ്ട്. നൗ വി അസ്യൂം ദാറ്റ് വെൻ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു സം n ലാംഡ, പാത്ത് ഡിഫറൻസ് ഡെൽറ്റ സം n ലാംഡ ആവുകയാണെന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ കൺസിഡർ ഇഫ് പാത്ത് ഡിഫറൻസ് ഈസ് സം ലാംഡ, what we get? We get y is equal to a sin omega t into 1 plus, look here, cos 2 pi by lambda into delta എന്ന് പറയുന്നത് ലാംഡ ആണെങ്കിൽ കൺസിഡർ ലാംഡയും ലാംഡയും കട്ടായി പോയി. സോ വി ഗെറ്റ് cos 2 pi, ദാറ്റ് മീൻസ് 1 plus a cos omega t into sin 2 pi by lambda into delta. അങ്ങനെ ആകുമ്പോൾ സൈൻ 2 pi by lambda into delta. ഡെൽറ്റയ്ക്ക് നമ്മൾ ഇപ്പോൾ ഇഫ് ഡെൽറ്റ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു സം ലാംഡ, വി ഗെറ്റ് സൈൻ 2 pi. വാട്ട് ഈസ് സൈൻ 2 pi? സൈൻ 2 pi is 0. Okay, now we get the displacement of resultant wave is 2a sin omega t. അതായത് 1 ഉം 1 ഉം ആഡ് ചെയ്ത് 2 ഇവിടെ ഇട്ടു. That means amplitude of resultant wave is double that of ഒറിജിനൽ വേവ്. എന്തായിരുന്നു നമുക്ക് ആദ്യം നമ്മുടെ ഒറിജിനൽ ഒരു സ്ലിറ്റ് വണ്ണിൽ നിന്നുള്ള വേവ് എ സൈൻ ഒമേഗ ടി അല്ലായിരുന്നോ?
വെൻ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു എൻ ലാംഡ അല്ലെ പാത്ത് ഡിഫറൻസ് ലാംഡയുടെ ഒരു മൾട്ടിപ്ലൈ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് become twice. അല്ലെങ്കിൽ when intensity is proportional to amplitude square, now the new intensity I dash അല്ലെങ്കിൽ ഉണ്ടാകുന്ന റിസൾട്ടന്റ് വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് is proportional to 2a square അല്ലെങ്കിൽ 4a square 4 times increase ചെയ്യും when delta is equal to n lambda. So that gives our condition for constructive interference. അത് നമുക്ക് constructive interference എന്നുള്ളൊരു കണ്ടീഷനാണ് തരുന്നത്. Okay, that means when delta is equal to some lambda സീറോ ഇവിടെ കാൽക്കുലേറ്റ് ഇല്ല, സീറോ കാൽക്കുലേറ്റ് ചെയ്താൽ എന്താ പറ്റും? ഡെൽറ്റയ്ക്ക് നമ്മൾ സീറോ കൊടുത്തു, ഇവിടെ കോസ് സീറോ വരും. കോസ് സീറോ 1 ആണെന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് 1 + 1 again y is equal to 2a sin omega t കിട്ടും. ദാറ്റ് മീൻസ് the displacement of resultant wave increase. So when delta path difference equal to 0, lambda, 2 lambda up to some n lambda, we get the displacement of resultant wave at as maximum, or such condition is called constructive interference. അതായത് റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് പി എന്ന ആർബിട്രറി പൊസിഷനിൽ മാക്സിമം കിട്ടും എപ്പോൾ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ലാംഡയുടെ മൾട്ടിപ്പിൾ ആവും. ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. Now consider that when delta is equal to some lambda by 2 up some 2n plus 1 lambda by 2, അതായത് പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ലാംഡ ബൈ ടുവിന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ലുക്ക് ഹിയർ, ഇവിടെയുള്ള എക്സ്പ്രഷൻ കോസ് 2 ബൈ ലാംഡ ഇൻറ്റു ലാംഡ ബൈ 2, നമ്മൾ ലാംഡ ബൈ 2 എടുത്തു കഴിഞ്ഞാൽ ലാംഡയും കട്ടാവും. വി ഗെറ്റ് കോസ് 2 ബൈ 2, 2ഉം കട്ടാവും. വി ഗെറ്റ് കോസ് പൈ കോസ് 180യുടെ വാല്യൂ -1. So we get inside this bracket when delta is equal to path difference lambda by 2 കൊടുക്കുകയാണെങ്കിൽ we get here 1 plus cos pi or 1 plus -1 or 1 minus 1, or the resultant displacement will get cancelled out. സൈൻ വാല്യൂ എന്ത് വരും? സൈൻ ഇവിടെ നമുക്ക് സൈൻ പൈ കിട്ടും. സൈൻ 180 0 ആണ്. സോ ദിസ് ഓൾ will cancel out. Only consider this term now when delta or path difference equal to some multiple of lambda by 2. ലാംഡയും കട്ടായി, 2ഉം കട്ട് ചെയ്തു. വി ഗെറ്റ് കോസ് പൈ, കോസ് 180, അത് -1 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് കോസ് 180 -1 ആയിരിക്കും. സോ 1 - 1 ഇവിടെ വന്നു. ദാറ്റ് മീൻസ് റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0 വെൻ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 ഓർ വെൻ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2. ലാംഡ ബൈ 2ന്റെ മൾട്ടിപ്പിൾ ആണ് പാത്ത് ഡിഫറൻസ് ഡെൽറ്റ വരുന്നെങ്കിൽ വി ഗെറ്റ് നമുക്ക് 0 ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ദാറ്റ് മീൻസ് വി ഗെറ്റ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഓക്കെ, മനസ്സിലായോ? അതായത് ഇന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മളൊരു മാത്തമാറ്റിക്കൽ അനലോഗാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ചത് എങ്ങനെയാണ് പാത്ത് ഡിഫറൻസും കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ അതിനൊരു മാത്തമാറ്റിക്കൽ അനലോഗ് കൊടുത്തു. ഇന്ന് നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഓക്കെ, അതായത് നമ്മൾ കൺസിഡർ ചെയ്തു ഒരു S1 S2 എന്ന സോഴ്സിൽ നിന്ന് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ട് സ്ലിറ്റിൽ നിന്ന് വേവ് ഒറിജിനേറ്റ് ചെയ്യുന്നു. പി എന്നൊരു സ്ക്രീനിൽ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാകുന്ന സ്ക്രീനിലെ പി എന്നൊരു ആർബിട്രറി പൊസിഷൻ എടുത്തു. And let the path difference between these two waves, ഈ രണ്ട് വേവ്സ് നമ്മളുടെ path difference delta ആണ്. And the corresponding phase difference equal to some epsilon. Corresponding phase difference epsilon ആണ്. Now, according to superposition principle, the resultant wave at position P is given by the algebraic addition of these two waves. So we use y is equal to y1 plus y2. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തു. അവസാനം we get an expression. പാത്ത് ഡിഫറൻസും വേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ വെച്ച് നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടി. സോ ഇവിടെ നമുക്ക് രണ്ട് എക്സ്പ്രഷന്റെ രണ്ട് സ്ഥലത്ത് ഡെൽറ്റ ഉണ്ട്. ഓക്കെ, now we consider when delta is equal to delta അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് ലാംഡ വേവ് ലെങ്ത്തിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കി. വി ഗെറ്റ് റിസൾട്ടന്റ് മാക്സിമം റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്, റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡും അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ വെൻ ദി പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ലാംഡ ബൈ 2 മൾട്ടിപ്പിൾ ആകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കി. വി ഗെറ്റ് 0 ഡിസ്പ്ലേസ്മെന്റ്. That means the condition for constructive interference is path difference equal to n lambda, and the condition for destructive interference is the path difference delta equal to 2n plus 1 lambda by 2. ഓക്കെ, അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് പറയാം. 1 2
3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28 ഇല്ല. 29, 30, 31, 32, 33, 35, 36, 38 ഇല്ല. 38, 40 ഇല്ല. 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 62, 61 അബ്സെന്റ് ആണോ? 63 അബ്സെന്റ്. ഓക്കെ, ഞാൻ അബ്സെന്റ് മാർക്ക് ചെയ്ത് പറയാം പെട്ടെന്ന് കേട്ടോ. ഓക്കെ, 28, 40, 40%. ഓക്കെ, 61, 63. ഓക്കെ അല്ലേ? ഓക്കെ, സോ താങ്ക് യു.